എമ്പുരാനിലെ ഫേസ് റിവീൽ ചെയ്യാത്ത ബാക്കില് റെഡ് ഡ്രാഗൺ ഉള്ള ആ ഒരു കഥാപാത്രമാണ് ഇപ്പൊ എല്ലായിടത്തും ട്രെൻഡിങ്. അത് റിക്യൂൺ ആണോ അല്ലെങ്കിൽ ഫഹദ് ഫാസിലാണോ അമീർ ഖാൻ ആണോ, എല്ലായിടത്തും ചൂടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഒരു ടോപ്പിക് കൂടി ട്രെൻഡിങ് ആയിട്ടുണ്ട്, യക്കൂസ അല്ലെങ്കിൽ ജപ്പാനിലെ ക്രൈം സിൻഡിക്കേറ്റ്. നമുക്ക് യക്കൂസനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് നോക്കാം. ജപ്പാൻ എന്ന രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ ഓർമ്മയിലേക്ക് വരാ ടോക്കിയോ ഡ്രിഫ്റ്റ് മൂവി ആയിരിക്കും. പിന്നെ നിസാൻ R34 GTR സ്കൈലൈൻ, R35, നമ്മുടെ ടൊയോട്ട സുപ്ര, ഈ വണ്ടികളൊക്കെ ആയിരിക്കും. എന്നാൽ ഈ ജപ്പാന്റെ തന്നെ അടിത്തട്ടിൽ ഇരുണ്ടതായിട്ടുള്ള ഒരു ലോകവുമുണ്ട്, യക്കൂസ, ജപ്പാനിലെ ദ അൾട്ടിമേറ്റ് ക്രൈം സിൻഡിക്കേറ്റ്. വളരെയധികം അപകടകാരികളായ ഈ യക്കൂസ ഗാങ്സ്റ്റേഴ്സ് അവരെ ബോഡി ഫുള്ള് ടാറ്റു ചെയ്യുമായിരുന്നു. അങ്ങനെ അവര് ടാറ്റു ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് നമ്മൾ എമ്പുരാന്റെ പോസ്റ്ററിൽ കാണുന്ന ആ റെഡ് ഡ്രാഗൺ. ജപ്പാനില് 400 വർഷങ്ങൾക്ക് മുൻപ് തെരുവ് കച്ചവടക്കാരിൽ നിന്നും ചൂതാട്ടക്കാരിൽ നിന്നും തുടങ്ങിയ യക്കൂസ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇത്രയും ശക്തി ആർജിച്ചത്. അതിനുശേഷം ജപ്പാനിലെ സർവ്വ മേഖലകളെയും, അതായത് റിയൽ എസ്റ്റേറ്റ്, രാഷ്ട്രീയം, എന്റർടൈൻമെന്റ്, ലഹരിക്കടത്ത്, കള്ളക്കടത്ത്, ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് യക്കൂസകളായിരുന്നു. 1992 ഒക്കെ ആയപ്പോഴേക്കും ജാപ്പനീസ് ഗവൺമെന്റ് അവിടുത്തെ നിയമങ്ങളൊക്കെ ഒന്നുകൂടി കർശനാക്കി തുടങ്ങി. അങ്ങനെ ഈ യാക്കൂസ ഗാങ്ങുകളുടെ ശക്തി കുറഞ്ഞു വരാൻ തുടങ്ങി. ഓൾമോസ്റ്റ് പീക്കിൽ 2 ലക്ഷത്തോളം യാക്കൂസ ഗാങ് മെമ്പേഴ്സ് ജപ്പാനിൽ ഉണ്ടായിരുന്നു. അത് കുറഞ്ഞ് ഇപ്പൊ ഓൾമോസ്റ്റ് 20,000 മെമ്പേഴ്സിലാണ് വന്ന് നിൽക്കുന്നത്. എന്തായാലും എമ്പുരാനിലെ ആ പോസ്റ്ററിലുള്ള കഥാപാത്രം ഒരു യക്കൂസ മെമ്പറിന്റെ ക്യാരക്ടറാണോ പ്ലേ ചെയ്യണേന്ന് നമുക്ക് എമ്പുരാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം. എന്നാലും എമ്പുരാന്റെ പോസ്റ്ററിലുള്ള ആ മുഖം കാണിക്കാത്ത നടൻ ആരായിരിക്കും? നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം കമന്റ് ബോക്സിൽ